അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആയിഷമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു നിന്നു. പുത്തൻവീട് തറവാടിൻ്റെ വിശാലമായ മുറ്റത്ത് ഒരു അപൂർവ നിശബ്ദത. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് റിസ്വാൻ വക്കീൽ മൃദുവായി പറഞ്ഞു, ഉമ്മ ഞാൻ ഇറങ്ങട്ടെ. ആയിഷമ്മ അവളുടെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചു. മോളെ, അള്ളാഹു നിന്നെ കാക്കട്ടെ. ഞങ്ങൾ ഇനി നിന്നെ വിട്ടുകളയൂല മോളെ. എൻ്റെ നവാസിന് നീതി ഉണ്ടാകാനേ അള്ളാഹു നിന്നെയാണോ അയച്ചതെന്ന് എനിക്ക് തോന്നുന്നു. റിസ്വാൻ വക്കീലിൻ്റെ കണ്ണുകളിലും നനവ് പടർന്നു. ഉമ്മ ഭയപ്പെടേണ്ട. നവാസ്കയെ രക്ഷിക്കാൻ കഴിയുന്ന എല്ലാ വഴിയും ഞാൻ നോക്കുന്നുണ്ട്. നിയമത്തിൻ്റെ അവസാന വാതിൽ വരെ ഞാൻ പോകും. പക്ഷേ ചിലപ്പോൾ കോടതിയിലേക്ക് ഉമ്മ കൂടി കയറേണ്ടി വരും. ഞാൻ വരും മോളെ. ഉമ്മക്ക് ഭയമുണ്ടോ? ഇല്ലേ. എൻ്റെ മോൻ്റെ നീതിക്ക് വേണ്ടി ലോകത്തിൻ്റെ ഏത് കോടതിയിലും ഞാൻ വരും. കാരണം എൻ്റെ കുട്ടി നിരപരാധിയാണ്. തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഓനോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നുമ്മ, സൗദിയെയും കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവളുടെ മൊഴി വളരെ പ്രധാനമാണ്. ആയിഷുമ്മ പതുക്കെ തല കുലുക്കി. പൊന്നാര മോളെ, ഓളെ വർത്താനൊന്നും കാര്യമാക്കണ്ട. ചിലപ്പോൾ വേറെ പലതും പറയും, ഇപ്പോൾ വേറെ പലതും. അന്നിപ്പോൾ നജീബ് സാർ ഓരെല്ലാവരും കൂടി ചോദിച്ച് എന്തൊക്കെ ചെയ്തപ്പോൾ അത് അങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള നിലക്കൊന്നല്ല. ഓല് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞത്, പൊന്നാരൻ്റെ മോളെ എന്നോട് എൻ്റെ നവാസ്ക പാവാണ്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കൂല. ഇന്നെ അത്രക്കും ഗൾഫിൽ നിന്നൊക്കെ എന്നെ നല്ലോ നോക്കിക്കണ്. എന്നെ ഒരു ജോലി എടുക്കാൻ സമ്മതിക്കൂല. അത്രക്കും നോക്കി. പക്ഷെ പറയുമ്പോൾ തന്നെ ആണെങ്കിലും ഞാൻ പിന്നെ നവാസിനോട് എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ പൊന്നാര മോനെ നവാസേ, ഇജ്ജ് പെണ്ണുങ്ങളെങ്ങനെ തലയിൽ കയറ്റി വെക്കല്ലേ. പെണ്ണുങ്ങളമ്മട്ടം തലയിൽ കയറ്റി വെച്ചാൽ ഓല് തിരിഞ്ഞു കൊത്തും. അതുകൊണ്ട് എൻ്റെ പൊന്നാര കുട്ടിയെ കുറച്ചൊക്കെ ഒരു ആണുങ്ങളെ മാതിരി തന്നെ നിൽക്കണം. ഇത് എല്ലേ ഓൽക്ക് മാണ്ടി ഇങ്ങോട്ട് താങ്ങി നിന്നെടുത്താലേ ഒരു തലയിൽ കയറും. പറയുമ്പോൾ തന്നെ പൊന്നാര വക്കീലങ്ങളോടൊന്നും ഉണ്ടായിട്ട് പറയില്ല. എൻ്റെ നവാസിൻ്റെ ആദ്യ ഭാര്യ ഫസീല, ഇപ്പോഴത്തെ സൗദ. ചുരുക്കി പറയുകയാണെങ്കിൽ ഫസീലാനും തന്നെ നല്ലോ ഓൻ നോക്കി തലയിൽ വെച്ചിന്. ഗൾഫിൽ നിന്നുണ്ട് കൊണ്ടുവരില്ല. ഓലെ കുട്ടികളെ പ്രസവവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ. ഓളെന്താ പറഞ്ഞ അതിനനുസരിച്ച് ചെയ്യുന്നു. ആദ്യം ഓൻ അങ്ങനെ തന്നെ കേട്ടോ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഓൻ എങ്ങനെ വെച്ചാൽ എൻ്റെ മക്കൾ നല്ല മട്ടത്തിൽ ജീവിച്ചോട്ടെ എവിടാണെങ്കിലും എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എന്നാലേറ്റവും ഓള് ഞാൻ ഒന്നും ഇപ്പോൾ പറയണില്ല അല്ലേ. ഞാൻ എൻ്റെ മനസ്സിലത്തെ ഒരു ഇത് പറയട്ടാ. കാരണം ഓൻ്റെ ഒരു ഇത് അങ്ങനെയേനു എന്ന് പറയാം അല്ലേ. ഇനിയിപ്പോൾ വന്നാലും തന്നെ ഞാൻ ഓളെ അടുപ്പത്തേക്ക് നിൽക്കാനോ വിളിച്ചിരുത്താനോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഓളെ നല്ല മട്ടത്തിന് ഞാൻ നോക്കിയിട്ടേ ഉള്ളൂ. ആരായാലും എനിക്ക് നിൽക്കാൻ വെക്കണോടത്തോളം കാലം പഠിച്ചവൻ എനിക്ക് ആവതുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും നോക്കുന്നത് മക്കളെന്നോ മരുക്കളെന്നോ വ്യത്യാസമില്ല. അങ്ങനെ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളൂ പൊന്നാരൻ്റെ മോളെ. പിന്നെ ഞാൻ അപ്പോഴും പറഞ്ഞ വാക്ക്, നവാസേ പൊന്നാര മോനേജ് വല്ലാതെ താന്ന് കൊടുക്കൽ, എൻ്റെ തലയിൽ കയറി കൊത്തിട്ടോ നന്നേ ഞാൻ പറഞ്ഞു. പറയുമ്പോൾ തന്നെ അന്നെ അങ്ങനെ ആയി എൻ്റെ കുട്ടിയെ. അന്നെ ഓനെ ഇടങ്ങാറാക്കി ഓള് കുട്ടികളെയും മക്കളെയും വിട്ടു പോക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ റഹ്മാനെ പഠിച്ചവൻ പുറത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇനി അങ്ങനത്തെ ബുദ്ധി കൊടുക്കല്ല. ഞാൻ പിന്നെ സൗദനും കിട്ടിയപ്പോൾ അങ്ങനെ തന്നെയാണ്. സൗദനെ നല്ല മട്ടത്തിൻ്റെ കുട്ടി നോക്കിയിട്ടുള്ളൂ. ആ കുട്ടീനെ എന്നല്ല, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഓൾഡ് വരെ തിരുമ്പി തോരടലും മടക്കിയക്കലും സ്ഥിരിട്ട് കൊടുക്കാനൊക്കെ ചെയ്തിരിക്കണം. ഒന്നും കുഴപ്പമില്ല കേട്ടോ, നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരൊക്കെ നല്ലോണം സംരക്ഷിച്ചു, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിനൊക്കെ ചെയ്തു. അടുക്കളപ്പണിക്കായാലും എന്തൊക്കെ തന്നെ അതൊക്കെ നമുക്ക് മാതൃകയാണ്. നമ്മളെ ഖലീഫമാരങ്ങനെ ചെയ്ത സ്ഥിതിക്കൊക്കെ നല്ലത് തന്നെയാണ് എന്നൊന്നും ഞാൻ പറയല്ല. എന്നാലോ ഒരു ലിമിറ്റ് വേണം. കുറച്ചൊക്കെ ഒരു എല്ലാതും ഇങ്ങോട്ട് ഇങ്ങോട്ട് നിരങ്ങി കൊടുക്കുക എന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ആകുമ്പോൾ തലയിൽ കയറിയിട്ട് പിന്നെ ഒരു നിലത്തൊന്നും നിൽക്കൂല. അതേ അവസ്ഥ ഞാൻ എപ്പോഴും പറയും, എൻ്റെ പൊന്നാരൻ്റെ മോൻ എൻ്റെ നവാസേ നിലക്ക് നിർത്താനിട്ട് എൻ്റെ കുട്ടി നല്ല മട്ടത്തിനിട്ട പാകത്തിന് കണക്കിലേറെ നമ്മൾ ഓൽക്ക് അങ്ങോട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക അത് കിട്ടൂല. അതൊരു പാകത്തിന് തന്നെ പാടുള്ളൂ. അല്ലെങ്കിൽ തുടക്കത്തിലുണ്ടല്ലോ വലിയ തേനും പാലും എന്തേക്കാരം, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിനും കിട്ടൂല. പല ആൾക്കാരും അങ്ങനെ തന്നെയാണ്. എന്നാലും പാവം എൻ്റെ നവാസ്, ഓനെക്കുറിച്ച് കേസിൽ കുടുക്കിയെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഇടങ്ങാറുണ്ട് എൻ്റെ മനസ്സിക്ക്. അത്രയും പോലെ കുടുംബത്തിനൊക്കെ വേണ്ടി എൻ്റെ കുട്ടി സാധിച്ചതായിരുന്നു. ഉമ്മ നിങ്ങൾക്ക് അറിയാതിരിക്കോ, അതിനൊക്കെ വേണ്ടിയല്ല ഞാൻ വന്നത്. അതെ, നവാസ്ക്ക് അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും ഉമ്മ. പക്ഷേ അതിനൊക്കെ ഒരു തെളിവ് വേണം നമുക്ക്. തെളിവില്ലാതെ കാര്യങ്ങളൊന്നും കോടതിയിൽ പറഞ്ഞ് മനസ്സിലാവില്ല. അതിനുള്ള തെളിവ് ശേഖരണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അതൊക്കെ ഞാൻ റെക്കോർഡ് സഹിതമാണ് എനിക്ക് ഹാജരാക്കേണ്ടത്. ഓക്കെ, നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
പിന്നെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഗർഭമുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു അതൊക്കെ പിന്നെ തെളിവിനൊന്നും നിൽക്കേണ്ടി വരില്ല. അതൊക്കെ പിന്നെ കോടതി അങ്ങ് ശരി വെച്ചു. എന്തൊക്കെ തന്നെയാലും ആണുങ്ങളെ കാര്യത്തിൽ നല്ലൊരു തെളിവ് തന്നെ വേണം. എന്നെങ്കിൽ തന്നെ നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. പഴയ കാലങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. കാരണം നവാസ്ക എന്ന് വെച്ചാൽ എല്ലാവരും നല്ല രീതിയിൽ സ്നേഹം കൊടുക്കുന്ന മനുഷ്യനായിരിക്കും. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഭാര്യമാരൊന്നും വെറുപ്പിക്കാതെ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അതേ മോളെ, എൻ്റെ കുട്ടി നല്ലതായിരുന്നു, പാവണ, ആരും ഇടങ്ങാറക്കും. എന്നാൽ എൻ്റെ ഷാമോനോ ഓനെന്നെ കിട്ടൂല. ഓനെവിടെ കിട്ടണേ? നുസൈബ ഇനിയിപ്പോൾ ശരിയാണ്, ഓള് കാര്യങ്ങൾ വല്ലേ ഇവിടെ ചെയ്യണുണ്ട്, കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്നാലും കണക്കിലേറെ കൊഞ്ചലും കൊയലും ഓൾക്കും ഇല്ലേനും. ഇനിയിപ്പോൾ അതല്ല, അവിടെ പോകണം ഷാമോനെ, ഇവിടെ പോകണം ഷാമോനെ, എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകണം, അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഷാമോനെ ഇറങ്ങൂല്ല. ഓനക്കൊരു തോന്നലുണ്ട്. ഓളങ്ങനെ പറയില്ല കേട്ടാ. എൻ്റെ കുട്ടി അങ്ങനെ പറയുന്നില്ല. റബ്ബേ അല്ലാ അസ്തഗ്ഫിറുല്ലാ, പറയാന്ന് മാത്രം. എൻ്റെ പൊന്നാര വക്കീലെ, നിങ്ങളോട് ഒന്നും ഉണ്ടായിട്ടല്ല. ഉമ്മ, പിന്നെ ആ സൗദക്കൊരു അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മോളെ, സൗദക്കൊരു അനിയത്തിൻ്റെ അസീന എന്നാണ് അവളെ പേര്. ഓള് ഈ കേസിലൊക്കെ എന്തൊക്കെ പിടിച്ചിക്കണെന്നൊക്കെ തോന്നുന്നു. പക്ഷെ ഓള് ഇവിടെ ഇല്ല, ഓള് ആരപ്പോ പോയിക്കണ്. ഏതായാലും എന്തൊക്കെയാവോ. സൗദൻ്റെ ഉമ്മ ഇപ്പം ജയിലിലാണ്, അഞ്ചത്തി ഉണ്ട്, ഓളിപ്പോൾ പെരയിലല്ല. എന്നാൽ റിസ്വാന വക്കീല് അതാ എല്ലാം അതൊക്കെ കുറിക്കുന്നു. ഉമ്മ, ഈ വിവരങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ ഹസീനയെ കണ്ടുമുട്ടണം. സൗദിയുടെ ഉമ്മയുടെ കേസിൻ്റെ വിവരങ്ങളും വേണം. അപ്പോൾ മാത്രമേ കേസ് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മോളെ, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ. അവരിതാ കാറിലേക്ക് പോകുന്നു. അപ്പോഴേക്കും സഫീർ കാറിൻ്റെ വാതിൽ തുറന്നു. കഴിഞ്ഞോ? അവർ രണ്ടുപേരും സന്തോഷത്തോടെ അത് കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. മുറ്റത്ത് ആയിഷുമ്മ, അരികിൽ നുസൈബ, ഷമ്മാസ്, മിസ്രി. അവരുടെ മുഖങ്ങളിൽ ഒരേ ഒരു പ്രതീക്ഷ. അതെ അള്ളാഹുവേ, എല്ലാം നീ തെളിയിച്ചു തരണമേ അല്ലാ. കാർ പതുക്കെ മുറ്റം വിട്ടിറങ്ങി. കുറച്ചു നേരം ആരും ഒന്നും സംസാരിച്ചില്ല. ആയിഷുമ്മ ആകാശത്തേക്ക് നോക്കി. റബ്ബേ, നീയാണ് സാക്ഷി, എൻ്റെ മോൻ നിരപരാധിയാണ്. നുസൈബ ഉമ്മയുടെ ചുമലിൽ കൈവച്ചു. ഉമ്മ, അള്ളാഹു നമ്മെ കൈവിടില്ല ഉമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ, ഷമ്മാസ് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു. ഈ വക്കീലിനെ കണ്ടപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി ഉമ്മ. ഇതൊരു സാധാരണ വക്കീലല്ല. സത്യം കണ്ടെത്താതെ അവർ നിർത്തില്ല. മിസ്രിയും സമ്മതിച്ചു. അവരുടെ ഓരോ ചോദ്യവും കണ്ടില്ലേ, ചെറിയ കാര്യം പോലും വിട്ടില്ല. അല്ലെങ്കിലും ബുദ്ധിയുള്ള വക്കീലന്മാരൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ, എല്ലാം ചോദിച്ചറിയണ്ടല്ലോ. എന്നാൽ അതേസമയം കാർ നഗരത്തിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഫീർ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ റിസ്വാന വീണ്ടും അതാ ആ ഫയലുകൾ തുറന്നു. സഫീർ, എന്താ ഉണ്ണേ? ഈ കേസിൽ എന്തൊക്കെയോ ഒരു വലിയ രഹസ്യമുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നവാസ് ചെയ്തത് എന്ന് പറയുന്നത് കുറ്റത്തിൽ തെളിവുകൾ വളരെ ദുർബലമാണ്. പക്ഷേ ആരോ മനഃപൂർവ്വം അവനെ കുടുക്കിയിരിക്കുന്നു. സഫീർ അത്ഭുതത്തോടെ നോക്കി. അതെങ്ങനെ ഉറപ്പിച്ചു? ആയിഷമ്മയുടെ കണ്ണുകൾ കണ്ടില്ലേ, കള്ളം പറയുന്ന കുടുംബമല്ല അത്. പിന്നെ സൗദ അവളുടെ മൊഴി ഇങ്ങനെയൊക്കെയോ മറച്ചു വെച്ച് പല രീതിയിലും പറയുന്ന രീതിയിലുണ്ട്. എന്നാൽ റിസ്വാൻ വക്കീൽ ഫോൺ എടുത്തു. ഹലോ, CA റഹീമാണോ? അതെ മാഡം. അത് കുഞ്ഞിക്കതിയ എന്ന് ജയിലിൽ കഴിയുന്ന ആ സ്ത്രീയുടെ കുറിച്ച് ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. എനിക്ക് അതിൻ്റെ മുഴുവൻ രേഖകളും പറ്റുമെങ്കിൽ എത്തിക്കണം. ഓക്കെ മാഡം, ഇന്ന് വൈകുന്നേരത്തോടെ അയക്കാം. പിന്നെ അത് മാത്രമല്ല, ഹസീന എന്ന പെൺകുട്ടിയുടെ വിലാസവും കണ്ടെത്തണം. അതായത് ഹസീന എന്ന പെൺകുട്ടി ഈ കുഞ്ഞിക്കതിയ എന്നവരുടെ മകളാണ്. അവർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ശരി മാഡം. ഫോൺ വെച്ച ശേഷം റിസ്വാന അതാ പുറത്തേക്ക് നോക്കി. വണ്ടികൾ, ആളുകൾ, തിരക്കേറിയ നഗരം. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം. നവാസിനെ കുടുക്കിയത് ആരാണ്? എന്തിനാണ്? അന്നേരം നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇരുണ്ടൊരു മുറി. രണ്ടുപേർ സംസാരിക്കുകയായിരുന്നു. റിസ്വാൻ വക്കീലെ, കേസ് ഏറ്റെടുത്ത് നീ കേട്ടോ? അതെ, അത് അപകടമാണ്. അതെ, അത് മറ്റാരുമായിരുന്നില്ല, വിഷ്ണു എന്ന സാറായിരുന്നു അത്. അവരും അവരുടെ അസിസ്റ്റൻറ്റും. അവൾ അന്വേഷണം തുടങ്ങിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ഈ കേസ് അട്ടിമറിച്ച് തന്നെ ഒരുപാട് ക്യാഷിൻ്റെ ബലത്തിലാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മളെല്ലാവരും അകത്താകും. പിന്നെ പോലീസെന്നോ ഉദ്യോഗസ്ഥരെന്നോ അവിടെ ഒന്നും ഉണ്ടാവില്ല. മറ്റേയാൾ മേശയിൽ ശക്തിയായി കൈയടിച്ചു. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ആ വാക്കുകൾ ആ ഇരുട്ടിൽ അലിഞ്ഞു ചേർന്നു. എന്നാൽ ഈ സമയം പുത്തൻവീട് തറവാടിൽ മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്നു. അല്ലാ, ബാങ്ക് കൊടുത്തു. പഠിച്ചോനെ, എൻ്റെ കുട്ടി എവിടെ? റബ്ബേ, എൻ്റെ കുട്ടീനെ ആരും കടുപ്പം കാട്ടാൻ ഞാൻ മതിയായിരുന്നു. ആയിഷമ്മ ഉളൂഹ് ചെയ്ത് നമസ്കാര പായൽ നിന്നു.
സുജൂദിൽ വീണുകൊണ്ടവർ കരഞ്ഞു പ്രാർത്ഥിച്ചു, റബ്ബേ എൻ്റെ നവാസിന് നീതി നൽകണമേ അല്ലാ, അവനെ സുരക്ഷിതനാക്കി എൻ്റെ മുമ്പിലേക്ക് തിരികെ കൊണ്ടുവരണേ അല്ലാ, അവനെ സഹായിക്കാൻ നീ അയച്ച റിസ്വാന മോളെയും കാത്തു സൂക്ഷിക്കണേ അല്ലാ. ആ പ്രാർത്ഥന കേട്ട് നുസൈബയും ഷമ്മാസിൻ്റെയും മിസിരിയുടെയും കണ്ണുകൾ നിറഞ്ഞു. വീടൊട്ടാകെ ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു. സത്യം ഒരു നാൾ വെളിച്ചത്ത് വരും, നവാസിൻ്റെ നിരപരാധിത്വം തെളിയും എന്നുള്ള ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തോടെ ആ രാത്രിയിൽ പുത്തൻവീട് തറവാടിലെ ഓരോ ഹൃദയവും അള്ളാഹുവിലേക്ക് ആശ്രയിച്ച് ഉറക്കത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ റിസ്വാന വക്കീലിൻ്റെ അന്വേഷണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആരംഭിച്ചിരുന്നത്. എന്നാൽ ഐഷുമ്മ പറയുന്നത് അതാ സൗദ കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും അറിഞ്ഞോലൊക്കെ അറിഞ്ഞു, ഇനി പറയാത്തവരൊന്നും അറിയിക്കണ്ട. കാരണം നവാസ് ജയിലിലാണ്, അവന് ജയിലിലേക്ക് കൊണ്ടേക്കണമെന്നുള്ളത് ഏതായാലും ഫസീലൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ അറിയിക്കണ്ട, അവൾക്ക് ഇടങ്ങാറേക്കാരേ. ഓൾക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങുമല്ലേ, അപ്പോൾ എല്ലാം കൂടി ഇടങ്ങാറേക്കാരം. ജീവിതം ഒന്ന് റെഡിയായി വന്നിട്ടുള്ളൂ. അപ്പോഴത്തേനും ഓൾ ഗർഭിണിയായും ചെയ്തു, ഓനെ കൊണ്ടുപോയും ചെയ്തു. അപ്പോൾ ആ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾ അറിയിക്കണ്ട, പാവം പഠിച്ചവനെ വിട്ട് കിട്ടട്ടെ. ഏതായാലും അല്ലാ എൻ്റെ കുട്ടിയെ നീ ഒന്നും കാത്തു രക്ഷിക്ക് റഹ്മാനെ. ഐഷുമ്മ അത് പറയുന്നത് ശരിക്കും സൗദ കേട്ടു. നവാസ്ക ജയിലിൽ കിടന്നിച്ചിട്ട് എനിക്കൊരു വിഷമമില്ല. എനിക്കിപ്പോൾ എന്താ, പിന്നെ എനിക്കിവിടെ ലാവിഷായി ജീവിക്കണം, അതേ ഉള്ളൂ. അപ്പോൾ ഫസീലത്ത് അറിഞ്ഞിട്ടില്ല. ഫസീലത്ത് ഇങ്ങനെ സുഖസുന്ദരമായി ജീവിക്കുകയാണ്, ഭർത്താവ് ഗൾഫിൽ പോയതാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോഴേക്കും അവരതാ ആ സൗദിയുടെ ആ ഫോണ് അവൾ എടുക്കുന്നു. കുറച്ച് കാണിക്കണം, കുറച്ച് സ്നേഹം കാണിക്കന്നെ വേണ്ടത്. അപ്പോൾ തന്നെ അതാ സൗദ ഫസീലയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ. സൗദിയുടെ നമ്പർ കണ്ട ഫസീല ഞെട്ടി. ഇത് സൗദ? ഇത്താത്ത എന്താ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? അതൊക്കെ മറന്നുല്ലേ, നമ്മളൊക്കെ നിങ്ങൾ മറന്നു. സത്യം പറഞ്ഞ ഫസീലത്ത, നിങ്ങളോട് എനിക്ക് ഒത്തിരി സ്നേഹമാണ്. പറഞ്ഞിട്ടിപ്പോൾ എന്താ, നമ്മളെ വിധി ഇങ്ങനെ ആയിപ്പോയി. ഞാനും നിങ്ങൾ ഒരു വീട്ടിൽ കഴിയേണ്ട ആൾക്കാരല്ലേ. നമ്മൾ അനിയൻ്റെയും ജ്യേഷ്ഠൻ്റെയും ഭാര്യമാരല്ലല്ലോ, സ്വന്തം ഒരു ഭർത്താവിൻ്റെ ഭാര്യമാരല്ലേ. നമ്മൾ സ്വന്തം ജ്യേഷ്ഠത്തെയും അനിയത്തെയും പോലെ കഴിയേണ്ടതാണ്. എന്താ ചെയ്യുക, ഞാനിവിടെ നിങ്ങളവിടെ. ഏതായാലും നമ്മളെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തോളൂ നിങ്ങൾ. ഫസീല ഞെട്ടിപ്പോയി. സൗദ എന്താ പറയുന്നത്? മൂപ്പര് പോലീസ് ഉണ്ടായില്ലേ. എന്തൊക്കെ എൻ്റെ ഭർത്താവ്, ഞാൻ പെട്ടുപോയതാ അതിൽ. പെട്ടുപോയത് വെച്ച് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. നല്ലതെന്ന് വിചാരിച്ചാൽ 2 കുട്ടികളെ നോക്കാം, നല്ലതെന്ന് വിചാരിച്ച് കണ്ട് ഇതിക്ക് നിന്നതായിരുന്നു. എന്താ ഇപ്പം ചെയ്യുക, ഭർത്താവ് ഉത്തരക്കാരനെ അറിഞ്ഞില്ല. എന്തേ പറയുന്നത് സൗദ? അതെ, എൻ്റെ ഉമ്മ, എൻ്റെ അനിയത്തി എന്ന് വേണ്ട, ആരൊക്കെ എന്തൊക്കെ ചെയ്തിക്കണം ആർക്കറിയാം. ശരിക്കും ഫസീല ഞെട്ടി. സൗദ നീ വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ. അതെ, പീഡന കേസിലാണ് നിങ്ങളെ ഭർത്താവ് പ്രതി, എൻ്റെയും. എന്താല്ലേ, മൂപ്പർക്ക് അതൊന്നും പോരാ. ഞാനുണ്ട്, നിങ്ങളുണ്ട്, അതൊന്നും പോരാ മൂപ്പർക്ക്. വേറുള്ള വേണ്ടത്, പ്രായമുള്ളവരതും പ്രായം കുറഞ്ഞവരതും ഒക്കെ കൂടെ ആയിട്ട്. ഏതായാലും വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇത്. സൗദ നീ എന്തേ പറയുന്നത്? എൻ്റെ നവാസ്ക്, നിങ്ങളെ നവാസ്ക മാത്രമല്ല എൻ്റെ, നമ്മുടെ നവാസ്കാന്ന് പറയും. സൗദ നീ കളിക്കല്ലേ, ഞാൻ കാര്യം പറയണത്. അല്ലാ, ഞാൻ എന്തേ കേൾക്കണത്? അവളൊരു നിമിഷം അവളുടെ വയറിൽ കൈകൾ വെച്ചു. പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ ഉപ്പച്ചിക്ക് എന്താ റബ്ബേ പറ്റിയത്? ഫസീല അതറിയുന്ന നേരം ഉമ്മയും ഉപ്പയും ഓടിയെത്തി. എന്താ മോളെ, എന്താ പറ്റിയത്? എന്താ പറ്റിയത്? ഉമ്മ, നവാസ്കാക്കന്നെ പോലീസ് കൊണ്ടുപോയാലോ. എന്താ നീ പറയുന്നത്? പോലീസ് കൊണ്ടുപോവേ? എന്തിന്? അതിന് തെറ്റെന്തേ ചെയ്തിക്കണങ്ങല്ലേ പോലീസ് കൊണ്ടുപോവുക? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോലീസ് കൊണ്ടുപോയത്? ഞങ്ങളെ മോനൊന്നും ചെയ്യാറില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്ത് കാര്യത്തിന് അറിയില്ല. എന്നാൽ അപ്പോൾ തന്നെ അതാ ഫസീലയുടെ ഉമ്മ പുത്തൻവീട് തറവാട്ടിലേക്ക് വിളിക്കുവാൻ നിൽക്കുന്നു. പെട്ടെന്നാണ് അതാ കുഞ്ഞു വന്നത്. എന്നാൽ ഫസീല കരഞ്ഞ് തളർന്നിരിക്കുന്ന കാഴ്ചയാണ് കുഞ്ഞു കണ്ടത്. ഇത്താ എന്തു പറ്റി മോനെ? എന്തെങ്കിലും അറിഞ്ഞ മോനെ? ഉമ്മ ചോദിക്കുന്നു. എന്തേ ഉമ്മ, എന്തേ? അതെ, നവാസിനെ പോലീസ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞേ കേൾക്കണേ. എന്തിനാ നാമം പഠിച്ചോനെ? ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത്? എന്ത് ഫസീലത്താ? മോനെ സത്യം പറയടാ, എൻ്റെ കുട്ടീനോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടല്ലോ, സത്യം പറ. എന്നോട് എനിക്ക് സത്യം പറഞ്ഞൂടെ? ഫസീല തേങ്ങി കരയുകയായിരുന്നു. എന്നാൽ അതാ മക്കളും, എന്തോ ഉമ്മച്ചി, എന്ത് പറ്റിയത്? ഉപ്പച്ചി എവിടെ? ഉപ്പച്ചി ഞങ്ങളെ കാണാൻ വരുന്നില്ലല്ലോ. അപ്പോൾ മക്കളെ, നമ്മൾ ഉപ്പച്ചി
അതെ, ഫസീല വിങ്ങി പൊട്ടുകയായിരുന്നു. കുഞ്ഞോ, എന്താ കുഞ്ഞോ, എന്നോട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചോ? ഏ എന്നാൽ ആ നിമിഷം തന്നെ അതാ ഫസീല വിളിക്കുന്നു നേരെ ഐഷമ്മയുടെ നമ്പറിലേക്ക്. അതെ, ഇപ്പോൾ ആർക്കൊന്നും വിളിക്കണ്ട, ഞാൻ പറയാം. അല്ല മോനെ, നീ എന്തൊക്കെയോ. അപ്പോൾ തന്നെ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഉമ്മ നിസ്കാരപ്പായാൽ തന്നെയായിരുന്നു. ഹലോ ഉമ്മ. മോളെ ഫസീല, എന്താ മോളെ പണി? ഉമ്മ, ഞാൻ കേട്ടത് സത്യമാണ് ഉമ്മ. നവാസ് ഖാനെ പോലീസ് കൊണ്ടുപോയി എന്നൊക്കെ പറയണ്ടല്ലോ, എന്താ ഉമ്മ സത്യം? എന്നാൽ ഐഷമ്മ വിതുമ്പിപ്പോയി. മോളെ, ഇല്ല, അതൊന്നുമില്ല ഉമ്മ, എന്തെങ്ങനെ? എന്നാൽ ഐഷമ്മയും കരയുകയാണ്, ഫസീലയും കരയുകയാണ്. കാരണം ആ ഉമ്മയുടെ പ്രിയപ്പെട്ട മകനാണ്, എന്നാൽ ഫസീലയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് എന്നതുകൊണ്ട് തന്നെ. എന്നാൽ അതാ നുസൈബ ഫോൺ വാങ്ങി. തരുമ്മ, ഞാൻ സംസാരിച്ചോളാം. ഹലോ ഇത്താ, ആരത്? നുസൈബയാണോ? മോളെ നുസിയെ, എന്താ ഞാൻ കേട്ടത്? എനിക്കിവിടെ സമാധാനമില്ലല്ലോ മോളെ. ഞാൻ എന്താ ചെയ്യുക, എനിക്കറിയുന്നില്ലല്ലോ മോളെ. അത് ഇത്ത ചെറിയൊരു കേസിൽ പെട്ടിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് നവാസ്ക്ക് നിരപരാധിയാണ്, പക്ഷേ അതൊന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടൊരു വക്കീലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കില്ല, ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യ്. മോളെ നുസിയെ, നവാസ്ക്ക് പാവാണടി, പാവാണ്. ഒരിക്കൽ പോലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത്രക്കും ഞങ്ങളൊക്കെ എത്ര തെറ്റ് ചെയ്താലും ഞങ്ങളെ മനസ്സ് അറിഞ്ഞ് അദ്ദേഹം സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും മോളെ, പാവമാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊന്നും ഒന്നും പറ്റാഞ്ഞാൽ മതിയായിരുന്നു. അത്രക്കും നിഷ്കളങ്കനായൊരു മനുഷ്യനാണ് നവാസ്ക. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു വാക്കും പറയാനില്ല. ഒരു തെറ്റായ രീതിയിൽ അദ്ദേഹം, സത്യം പറഞ്ഞാൽ ഇത്രയായി ഞങ്ങൾ ജീവിക്കുന്നു. പക്ഷേ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ നവാസ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. റബ്ബേ, ആ ഒരു മനുഷ്യനെതിരെയാണല്ലോ ഈ രീതിയിലുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട്. ഇത്ത, നിങ്ങൾ വിഷമിക്കല്ലേ കേട്ടോ, നിങ്ങൾ വിഷമിക്കല്ലേ. നുസിയെ, എന്താ മോളെ ഞാൻ ചെയ്യുക, എന്താ ഉമ്മാൻ്റെ അവസ്ഥ? എന്നാൽ അതാ അവർക്ക് അരയുകയായിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ കുഞ്ഞുവിനോട് പറഞ്ഞു, കുഞ്ഞോ, കുട്ടി വണ്ടി എടുത്താണ്, വേഗം നമുക്ക് പുത്തൻ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കുക. എനിക്ക് സമാധാനമല്ല മോനെ. ഫസിലത്ത, ഇനിയിപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് പോകണോ? അതിനെന്താ മോനെ, എനിക്ക് ഉമ്മാനൊന്ന് കാണണം. ചെല്ല് മോന് വണ്ടി എടുക്ക്. എന്നാൽ അതാ ഫസീലയുടെ ഉമ്മയും എപ്പോഴും പറയും, ആയിക്കോട്ടെ മോനെ, ഒന്ന് പോയി കൊടുക്ക്, ഓളൊരു ആഗ്രഹമല്ലേ. കാരണം എന്തൊക്കെ തന്നെയായാലും പഠിച്ചോനെ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. നവാസ് മോനെ നല്ല മോനായിരുന്നു. എന്താ പഠിച്ചോനെ കാട്ട്, ആരാ റഹ്മാൻ എൻ്റെ കുട്ടീനെ ഈ ചതിയിൽ പെടുത്തിയതാവോ? ആ ഉമ്മയും ദുആ ചെയ്തു. മോനെ കുഞ്ഞു വാ. അങ്ങനെ ഏതാ ഫസീലയുടെ ആഗ്രഹപ്രകാരം കുഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മക്കളും അതിൽ ഓടിക്കയറി. പുത്തൻ വീട്ടിലേക്ക് പോവാ, ഉമ്മമ്മൻ്റെ അടുത്തേക്ക് പോവാ. അതെ, മക്കൾക്കത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ അതാ മക്കളും ഫസീലയും കുഞ്ഞുവിൻ്റെ വണ്ടിയിൽ കയറി പുത്തൻ വീട് തറവാട്ടിലേക്ക് പോവുകയാണ്. ഇത്ത, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, അതൊക്കെ അങ്ങനെ പല പല കേസുകളിലൊക്കെ ആളുകളൊക്കെ പെടുത്തും, അതൊക്കെ ഇറങ്ങിപ്പോരും ചെയ്യും. അതിപ്പോഴത്തെ ഒരു സംശയാസ്പദമായ രീതിയിലൊക്കെ കൊണ്ടുപോയതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ. ഇപ്പോൾ നിരപരാധികളെന്നോ തെറ്റ് ചെയ്തവരെന്നോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്തൊക്കെ തന്നെയായാലും എല്ലാം റെഡിയാവും, ക്ലിയറാവും, വിഷമിക്കാതിരിക്കും. അങ്ങനെ അത് ഫസീലയും മക്കളും കുഞ്ഞോ നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പുറപ്പെടുന്നു. അല്പസമയത്തിന് ശേഷം അതാ പുത്തൻ വീട് തറവാടെത്തി. ഫസീല കാർ തുറന്നുകൊണ്ട് അതാ ഉറക്കെ മുറ്റത്തേക്ക് ഇറങ്ങി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ഉമ്മ, ഉമ്മ എന്ന് പറഞ്ഞു. അത് ആരുടെയോ കരച്ചിൽ അതാ ഷമ്മാസും കേൾക്കുന്നു. പെട്ടെന്നാണത് കണ്ടത്. ഫസീലത്ത അതാ ഓടി വരുന്നു, മക്കളും പിന്നാലെ, കുഞ്ഞു പുറകിൽ ഞെട്ടിത്തെറിച്ച പോലെ നിൽക്കുന്നു. ഇത്ത, അങ്ങനെ ഓടല്ലേ ഇത്ത, അങ്ങനെ ഓടാൻ പറ്റൂല ഇപ്പോഴേ. അതെ, കുഞ്ഞു വളരെയധികം പ്രയാസപ്പെട്ട് അവരുടെ ഓട്ടം നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ആ വിശാലമായ മുറ്റത്തൂടെ അതാ ഐഷമ്മയുടെ വാതിലിനരികിലേക്ക് അതാ ഫസീല ഓടിയെത്തുന്നു. എന്നാൽ അതാ ഐഷമ്മ, എന്താ മോനെ? ഉമ്മ, ഫസീലത്ത്, എന്താ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഐഷമ്മയെ വാതിൽ തുറന്നു വന്നു. ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഫസീല അതാ ഉമ്മയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്നു. ഉമ്മ, എന്താ മോളെ, എണീക്ക്, എന്താ മോളെ, എണീക്ക്. ഉമ്മ, നവാസ്ക
ഇല്ല, എന്തൊരു ഓന് വരും, ഇന്ന് നാളെ കയറ്റി വരും. നീ കരയല്ലേ ഉമ്മ? നവാസ്ഖാനെ കൊണ്ടുപോയില്ലേ പോലീസ്? എന്തിനാ ഉമ്മ? എന്ത് തെറ്റ് ചെയ്തിട്ടാ പാവ നിരപരാധിയെ കൊണ്ടുപോയത്? ഉമ്മ ഒന്ന് പറയുമ്മ. ഉമ്മ എനിക്ക് സഹിക്കാൻ കഴിയണില്ലമ്മ. നവാസ്ക്ക് പാവമാണുമ്മ. നവാസ്ക്ക് ഒരു തെറ്റും ചെയ്യാത്തതാണമ്മ. ഐഷുമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതാ ഫസീല കരയുകയാണ്. എന്നാൽ അതാ ഷമ്മാസ് പരമാവധി അവർ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്താ, അതങ്ങനെയൊന്നുമല്ല, അത് അല്ല അല്ല. എന്നാൽ പെട്ടെന്ന് ഐഷുമ്മ എന്തിനാണ് ഫസീലാനത് അറിയിച്ചത്? ആരാ ഓളോടത് വിളിച്ച് പറഞ്ഞത്? ഞങ്ങളുടെ മക്കളെ പറഞ്ഞില്ല, ആരും പറയല്ലേ എന്നുള്ളത്. ഓൾ ആ സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആളല്ലപ്പോൾ. ഓൾക്കിപ്പോൾ തുടങ്ങുകയല്ലേ, ഓളെ മനസ്സും ശരീരമൊക്കെ ആകെ തളർന്ന് നിൽക്കുകയല്ലേ. ഈ സമയത്ത് നമ്മൾ ഈ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ? ശരിക്കും അതാ ഐഷുമ്മ വിളിച്ചു പറഞ്ഞു. എന്നാൽ അതെല്ലാം കേട്ട് സൗദ അവിടെ ചിരിക്കുന്നു. അവളങ്ങനെ സുഖസുന്ദരമായി ജീവിക്കുകയാണ്, മറ്റവൻ്റെ കുട്ടിനെയും പള്ളി ചുമന്നുകൊണ്ട്. എന്താന്നില്ല ഓൽക്ക് തന്നെ പണി. അതിനെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഞാൻ വിടൂല. അവരങ്ങനെ സുഖസുന്ദരമായി ജീവിക്കണ്ട. എന്താണ് ഓളൊരു സുഖം. എനിക്കിപ്പോൾ നവാസിനെ വേണമെന്ന് ഒരു ചിന്തയില്ല. എന്താന്നില്ലേ ഫസീലപ്പം അങ്ങനെ സുഖിക്കണ്ട, അത് ഞാൻ സമ്മതിക്കൂല. ഓല് തമ്മിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുക. ഞാൻ അങ്ങനെ നവാസ് അവിടെ ജയിലിൽ കിടക്കട്ടെ, അതാണ് വേണ്ടത്. എന്നാൽ അതാ അവൾ ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നു. എന്നാൽ മക്കളെ ഉമ്മ അതാ ചേർത്ത് പിടിക്കുന്നു. മക്കളെ, ഉമ്മമ്മ ഉപ്പച്ചി എവിടെ? ഉമ്മമ്മ ഉപ്പച്ചി എങ്ങോട്ട് പോയത്? അതെ, ആ രണ്ട് മക്കളും ഐഷുമ്മയുടെ അരികിൽ ചെന്ന് അതാ അത് ചോദിക്കുമ്പോൾ ശരിക്കും ഐഷുമ്മ മക്കളെ ചേർത്ത് പിടിച്ച് കരയുന്നു. ഇല്ല മക്കളെ, നിങ്ങളപ്പച്ചി വരൂ കേട്ടോ. ഇപ്പച്ചിന് ആരോ കള്ളക്കേസ് കുടുക്കിക്കണ മക്കളെ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഉമ്മാൻ്റെ കുട്ടികൾ വിഷമിക്കല്ലേ കേട്ടോ, ഉമ്മാൻ്റെ കുട്ടികളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ. എന്നാൽ അതാ ഫസീല അപ്പോഴേക്കും വളരെയധികം വിഷമം കൊണ്ട് അവൾ തളർന്ന് അവൾക്ക് ബോധം നഷ്ടപ്പെട്ട പോലെ അതാ അവിടെ വീഴുന്നു. എന്നാൽ പെട്ടെന്ന് നുസീബ് അവിടെ ഉണ്ടായിരുന്നു. ഇക്ക നോക്കി, പഠിച്ചോനെ, ഇത് വീഴുന്നു. അപ്പോഴേക്കും അതാ എല്ലാവരും കൂടി പിടിച്ച് ബെഡിലേക്ക് കെടുത്തി. പഠിച്ചോനെ, എന്താ റബ്ബേ ഞാൻ കാട്ടുക? ഐഷുമ്മ അതാ ഫസീലയുടെ അരികിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. പഠിച്ചോനെ, എനിക്കിത് വല്ലാതെ താങ്ങാൻ കഴിയണില്ല റബ്ബേ, എന്താ ഞാൻ കാട്ടുക? എനിക്കറിയില്ല മോളെ. ഉമ്മ അതാ പുഴക്ക് മുഖത്തേക്ക് വെള്ളം കുടയുന്നു. നുസൈബ് വെള്ളവുമായി വരുന്നു. സമീറിയും മിസിരിയും ഓടിയെത്തുന്നു. എന്നാൽ ആ വീട്ടിൽ ഇതെല്ലാം അരങ്ങേറിയിട്ടും അവിടെ റൂമിൽ കിടക്കുന്ന ആ സൗദ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് ഹേതു ഉണ്ടാക്കിയ സൗദ മാത്രം ഒന്നും അറിയാത്തത് പോലെ പുഞ്ചിരിച്ച് അവിടെ കിടക്കുകയാണ്. അതെ, ഫസീലത്തയുടെ അവസ്ഥ ശരിക്കും വളരെയധികം വിഷമകരമായ രീതിയിൽ. മോനെ, മോനെ, എന്താ ഞാൻ ചെയ്യുക? എന്നാൽ അതാ ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പെട്ടെന്ന് തന്നെ അതാ ഷമ്മാസ് അത് പറയുന്നു. എന്നാൽ ഉമ്മ അതാ അപ്പോഴേക്കും അവളുടെ മുഖത്ത് തടവി. പൊന്നു മോളും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മക്കൾക്ക് ആരാ ഉണ്ടാകുക? ഉമ്മ ഇപ്പം ഇല്ലാത്ത രീതിയിലാവില്ല എൻ്റെ കുട്ടികൾ. എൻ്റെ മോളൊന്ന് നീച്ചാളി. പതുക്കെ അതാ ഫസീല കണ്ണുകൾ തുറന്നു. ഉമ്മ വരി, നമുക്ക് ആശുപത്രിക്കൊന്ന് പോയി വരും. ഉമ്മ വേണ്ട ഉമ്മ, വേണ്ട, എനിക്കൊന്നുമില്ല ഉമ്മ. ഉമ്മ നവാസ്ക, എനിക്ക് സഹിക്കാൻ കഴിയണില്ല ഉമ്മ. എന്നാൽ ഐഷമ്മ പറഞ്ഞു, മോളെ എന്താ ചെയ്യുക, നമ്മളെ വിധി ഇങ്ങനെ ആയിപ്പോയി. എന്നാൽ അതാ സൗദ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഒരൊച്ചപ്പാടും ബഹളമായിട്ട് ഇവിടെ കെടുക്കാനും ഉറങ്ങാനും കഴിയണില്ല. അവിടെ ഒരു ഭാഗത്താണെങ്കിൽ കുട്ടികളൊച്ചപ്പാട്, ഇവിടെ തള്ളാരെല്ലാവരും കൂടി ആർക്കലും കൂക്കലും. എന്താപ്പത്? സൗദ പതുക്കെ എഴുന്നേറ്റ് അവിടുന്ന്. എന്താണ് ഇവിടെ? എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ലല്ലോ. മോളെ ഫസീല, മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? ഉമ്മ, ആരൊക്കെ എന്നെ മറച്ചു വെക്കണം, എനിക്ക് എന്തൊക്കെയോ ഒരു തോന്നല അതിൻ്റെ ഇടയിൽ. എന്നാൽ സൗദക്ക് അല്പം ഭയം തോന്നി. പറ മോളെ, ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? സത്യം പറയും. ഐഷുമ്മ അത് ചോദിക്കുന്നു. ഞാൻ എന്നോട് ഒന്നും പറയരുത്, അറിയിക്കരുത് ഇവരോടൊക്കെ പറഞ്ഞതാണല്ലോ. മോളെ നുസിയെ, മന കുട്ടി വിളിച്ച് പറഞ്ഞേനോ? ഇല്ലുമ്മ, ഒരിക്കലുമില്ല. മിസ്സിരിയെ, ഇജെങ്ങനെ പറഞ്ഞേനടി? ഇല്ലുമ്മ, ഒരിക്കലുമില്ല. എന്നാൽ പെട്ടെന്ന് കുഞ്ഞു അങ്ങോട്ട് വന്നു. എന്നാൽ കുഞ്ഞു ആരെയും കുറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചില്ല. കുഞ്ഞു പറഞ്ഞു, ഉമ്മ അത് കുഞ്ഞോ, ഈ എന്തിനാ മോനെ പറഞ്ഞത്? ഉമ്മ എന്തായാലും അറിയേണ്ടത് തന്നെയല്ലേ, അറിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ശക്തി കൂടുമല്ലോ, എന്തായാലും അറിയേണ്ടത് തന്നെയല്ലേ.
കുഞ്ഞു സ്വയം തെറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കലും സൗദിയെ കുറ്റപ്പെടുത്തിയില്ല. കാരണം വെറുതെ അവരെ മനസ്സുകൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ ഐഷുമ്മക്ക് ഉറപ്പായിരുന്നു, ഇല്ല, ഓൾ ഇടങ്ങാറാക്കാൻ വേണ്ടി ആരൊക്കെ പറഞ്ഞതാണ്, അല്ലാതെ ഒരിക്കൽ പോലും ഓൾ ഇടങ്ങാറാവില്ല. ചുരുക്കി പറഞ്ഞാൽ അതാ ഫസീലയുടെ അവസ്ഥ വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വല്ലാതെ ക്ഷീണം, കൈകാലുകൾ തളർച്ച, അവൾക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥ. കുഞ്ഞോ, നമുക്ക് പോവിടെ പരീക്കാൻ, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയണില്ല. നവാസ്ക ഇല്ലാത്ത വീട്ടിൽ നിൽക്കാൻ കഴിയണില്ല കുഞ്ഞോ. കുഞ്ഞോ, അപ്പോൾ ഇത്രയും ദിവസം ഫസീല മോളെ ഈ കരയല്ലേ, പഠിച്ചോ നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയും. അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചത് ഒലക്കെ പഠിച്ചോ വെറുതെ വിടൂല. അതെ, കോടതി, ഈ കോടതി അല്ലല്ലോ, നാളെ അള്ളാൻ്റെ ഒരു കോടതി ഉണ്ടല്ലോ, അവിടെ ഒക്കെ തെളിയും. ഇവിടെ ആരൊക്കെ തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാലും. ആയുഷുമ്മ അത് പറഞ്ഞുകൊണ്ട് കരയുന്നു. ഉമ്മ, അപ്പോൾ അന്നൊക്കെ പോയത് മുംബൈക്ക് ബിസിനസ്സിനല്ലേ മോളെ? അതൊന്നും എനിക്കറിയില്ല മോൾ, എന്നോട് ചോദിക്കല്ലേ. എന്നാൽ അതാ അപ്പോഴേക്കും നുസൈബ, ഇത്ത കരയല്ലേ, നമ്മുടെ ഈ കേസ് വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ സത്യം അറിയുവാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ വന്നിട്ടുണ്ട്. എന്തായാലും അവർ വെറുതെ ആവില്ല, എന്തായാലും അതിനുള്ള അന്വേഷണ ചുമതലയൊക്കെ അവർ ഏറ്റെടുക്കും. ഇത്ത വിഷമിക്കല്ലേ, ഒന്നുകൊണ്ടോ കേട്ടോ മോളെ. നുസിയെ, എനിക്കടി സഹിക്കാൻ കഴിയണില്ല. ഒന്ന് കാണാൻ പറ്റുമോ നവാസ്ഖാനെ? ഒന്ന് കാണാൻ പറ്റുമോ ഷമ്മോനെ? ഒന്ന് കാണാൻ പറ്റുമോ? എന്നാൽ ഷമ്മാസിനെ അത് കണ്ടപ്പോൾ വല്ലാതെ, ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ വിറച്ചു പോയി. എന്നാൽ ഇത് കേട്ട സൗദ, കാണാൻ പറ്റുമെന്ന്, പെമ്പറന്നോക്ക് ഇനിയും കാണാൻ പോണതാ, ജയിലിൽ പോയതല്ല, കാണാൻ പോകണമെന്ന്. മോനെ ഷാമോനെ, ഒന്ന് അതിനുള്ളൊരു വഴി ഒരുക്കി കൊണ്ടിടാം, ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ എൻ്റെ ഇക്കാന പാവാണ്, നിരപരാധിയാണ് മോനെ, ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊന്ന് കണ്ട് വരട്ടെ. ശരിക്കും അതാ ഷമ്മാസ് ഒന്ന് ഞെട്ടി. അതെ, ഫസീലത്തിയുടെ മനം നിറഞ്ഞുകൊണ്ട് അത്രക്കും മനം പൊട്ടിയുള്ള ആ ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിന് എതിരെ നിൽക്കുന്നത് ഒരിക്കൽ പോലും ശരിയല്ല. ഇത്താ, ഞാൻ നോക്കട്ടെ മോനെ, ഷാമോനെ ഒന്ന് കാണിച്ചുണ്ടടാ, എൻ്റെ ഇക്കാനെ എനിക്ക് സഹിക്കാൻ കഴിയണില്ലടാ, പാവോ പ്രഭേ, എന്തിനാ റഹ്മാനെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത്? ശരിക്കും അതാ ഫസീല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ നമ്മുടെ ഷമ്മാസ് അപ്പോഴേക്കും അതാ നജീബ് സാറിനെ വിളിക്കുന്നു. ഹലോ സാറേ. ആ ഷമ്മാസ്, പറയടാ, എനിക്ക് ആകെ ടെൻഷനിലാണ്. എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡി ആവട്ടെ, നീ വിഷമിക്കല്ലേ. റിസ്വാൻ വക്കീൽ വെച്ചാൽ പുലിയല്ലേ, അവരിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങനെ വെറുതെ പോവില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും കള്ളത്തരം വിജയിക്കൂല അവരുടെ കേസിൻ്റെ മുമ്പിൽ. എടാ ഫസീലത്ത, അതായത് എൻ്റെ നവാസ്കയുടെ ഭാര്യ ഇപ്പോഴാണ് അറിഞ്ഞത്, ആകെപ്പാട് ടെൻഷനിലാണ്. അവരാണെങ്കിൽ ഗർഭിണിയുമാണ്. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കാണാനുള്ളൊരു വകുപ്പ് നീ എങ്ങനെയെങ്കിലും. ഞാൻ രാഹുലിനെ വിളിച്ച് നോക്കട്ടെ കേട്ടോ, അവൻ ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ച് നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഏതാ നജീബ് സാറ് നേരെ രാഹുൽ സാറിന് വിളിക്കുന്നു. എന്നാൽ ഇതെല്ലാം സൗദ കേൾക്കുന്നു. അപ്പോഴേക്കും ഓൾക്കണ്ട് കാണായിട്ട് എന്താന്നില്ലേ, എന്തൊരു കാണില്ലാത്, പോയിട്ടുള്ളൂ, അപ്പോഴേക്കും കാണണം. അങ്ങനെ കണ്ണീരൊലിപ്പിച്ച് പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറക്കി അവർക്ക് വീണ്ടും സുഖിക്കാനാണ്. നടക്കൂല അത്. ശരിക്കും അതാ സൗദിയുടെ അടുത്ത മനസ്സിൻ്റെ അസുഖം തുടങ്ങുകയാണ്. എന്നാൽ സൗദിയെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ റിസ്വാന വക്കീൽ വിചാരിക്കുന്നത്. എന്നാൽ റിസ്വാന വക്കീൽ അപ്പോഴേക്കും അതാ അവളുടെ അനിയത്തിയെ തേടിയുള്ള അന്വേഷണത്തിൽ ആയിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ കേസ് റിസ്വാന വക്കീൽ തെളിയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതെ, നമുക്കും കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.